നമസ്തേ. നമ്മളെ വേദനിപ്പിക്കാനായിട്ട് ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. അവരോടൊക്കെ പ്രതികാരം ചെയ്യാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നും ഇവർക്ക് തിരിച്ചടി കിട്ടണം, അത് കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കണം, തക്കം പാർത്ത് സാഹചര്യം കിട്ടുമ്പോൾ തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ ശരിയായിട്ടുള്ള കാര്യം ഇതൊന്നും അല്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ പ്രതികാരം, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ നോക്കുന്ന, നിങ്ങളുടെ ദേഷ്യം ആഗ്രഹിക്കുന്നതായിട്ടുള്ള, നിങ്ങളെ കോപപ്പെടുത്തിയിട്ട് നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ഷമയാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങളെ വേദനിപ്പിക്കുന്നവർ പലപ്പോഴും നിങ്ങളുടെ കോപമാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കുന്ന സമയത്ത് അവർ നിരാശരായിട്ട് മടങ്ങുന്നു. പ്രതികാരം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലിക സംതൃപ്തി മാത്രമാണ് നൽകുക. എന്നാൽ ക്ഷമ എന്ന് പറയുന്നത് ദീർഘകാല സംതൃപ്തി നൽകുമെന്നുള്ളതാണ്. കോപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഊർജ്ജം നഷ്ടപ്പെടും. കോപം നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ സമാധാനത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ശക്തിയും വ്യക്തതയും വർദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സന്തോഷത്തോടു കൂടിയും കൃത്യതയോടുകൂടിയും ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ മനസ്സിൽ ചുവന്ന് നടക്കുന്നത് അവർക്കല്ല, നമുക്കാണ് കൂടുതൽ ദോഷമുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിൽ നിന്ന് തന്നെ അവരെ വിട്ടുകളയുക. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അവരെ തോൽപ്പിക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കാൻ അവരെ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓർക്കുക, നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ പ്രതികാരവും. നമസ്തേ.